റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങില്ലെന്ന അമേരിക്കയുടെ പ്രസ്താവനയിൽ വ്യക്തത വരുത്താതെ ഇന്ത്യ ഊർജ്ജ സുരക്ഷയ്ക്കാണ് ഇന്ത്യയുടെ മുൻഗണന എന്ന കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന വിദേശ മന്ത്രാലയം ആവർത്തിച്ചു. ഇതു സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഒഴിഞ്ഞുമാറി. നേരിട്ടല്ലാതെ പോലും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ട്രംപിന് മുന്നിൽ മോദി കീഴടങ്ങിയെന്ന് ജയറാം രമേശ് കുറ്റപ്പെടുത്തി. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയോ? ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വാണിജ്യ മന്ത്രാലയവും വിദേശ മന്ത്രാലയവും തയ്യാറാകുന്നില്ല. വ്യാപാര മേഖലയിൽ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ഇടക്കാല കരാറിലേക്കുള്ള ചട്ടക്കൂട് ഇന്ന് പുറത്തിറക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിയോ എന്നുള്ള ചോദ്യത്തിന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത് വിദേശ മന്ത്രാലയത്തോട് ചോദിക്കുമെന്നാണ്. വിദേശ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഇറക്കിയ വാർത്താക്കുറിപ്പ് അതേപോലെ പുറത്തിറക്കി. ഇന്ത്യയുടെ ഊർജ്ജ രക്ഷയ്ക്കാണ് മുൻഗണന എന്ന് വിദേശ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ കമ്പോളങ്ങളും തേടുമെന്ന് മാത്രമാണ് വിദേശ മന്ത്രാലയം പറയുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയോ എന്നുള്ള ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ റഷ്യൻ എണ്ണ കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ വാങ്ങുന്നത് നിർത്തുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങുമെന്നും പറയുന്നു. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് 25% അധിക തീരുവ എടുത്തു കളയാൻ അമേരിക്ക തീരുമാനിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഒരു വ്യക്തതയും ഇതുവരെ വരാത്തത്. കോൺഗ്രസ് ഈ വിഷയം വളരെ സജീവമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നത് നിർത്തുന്നതിന് പുറമെ ഭാവിയിൽ അത് വാങ്ങിക്കുന്നുണ്ടോ, പരോക്ഷമായെങ്കിലും അത് തേടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഒരു പ്രത്യേക സമിതി രൂപീകരിക്കാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനും ഇന്ത്യ വഴങ്ങി എന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാന ആരോപണം. ഇതൊരു വ്യാപാര കരാറല്ല, സമ്പൂർണ്ണമായ ഒരു വ്യാപാര കരാറിലേക്കുള്ള ഇടക്കാല എഗ്രിമെൻറ്റിന് വേണ്ടിയുള്ള ഒരു ചട്ടക്കൂട് മാത്രമാണ് ഇന്ന് തയ്യാറാക്കിയതെന്ന് മുൻ ധനമന്ത്രി P. ചിദംബരം കുറ്റപ്പെടുത്തി. വലിയ തോതിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഈ കരാറെന്നും അദ്ദേഹം പറയുന്നു. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി 3 ഇരട്ടി വർദ്ധിക്കുമെന്ന് ജയറാം രമേശും കുറ്റപ്പെടുത്തുന്നു. ഇതൊരു ട്രേഡ് ഡീലല്ല, ട്രാപ്പ് ഡീലാണ് എന്നാണ് കോൺഗ്രസിൻ്റെ വിമർശനം. അതായത് അമേരിക്ക ഒരുക്കിയ കെണിയിലേക്ക് ഇന്ത്യ വീഴുന്നു. നമസ്തേ ട്രംപിന് മുകളിൽ ഹൗഡി മോഡി വിജയിച്ചു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ബസന്ത്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.